ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒത്തിരി ആളുകൾ ചോദിക്കുന്ന, നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി പോകുന്ന ചില വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം കൾച്ചർ. ഈ ഇൻസ്റ്റഗ്രാം കൾച്ചർ ആളുകളുടെ ജീവിതത്തിൽ വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാനാണെങ്കിലും ശ്രുതിയാണെങ്കിലും നമ്മൾ ഒരുപാട് റീൽസ് കാണാറില്ല, വളരെ സെലക്റ്റീവായിട്ട് റീൽസ് കാണുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ 1-2 റീൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുക. അങ്ങനെ കണ്ടിട്ടുള്ളതിൽ നമുക്ക് ഈ റീലിൽ ഈ വീഡിയോയിൽ ചേർത്ത് വെക്കണമെന്ന് തോന്നിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇൻസ്റ്റാഗ്രാം കൾച്ചർ ആക്ച്വലി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിന് പറ്റിയ ആളെ തന്നെ നമ്മളിവിടെ വിളിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ തന്നെ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത വരില്ലല്ലോ. അപ്പോൾ ശ്രുതി നമ്മുടെ കൂടെയുണ്ട്. ഇൻസ്റ്റാഗ്രാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാരെപ്പോഴും കമ്പയർ ചെയ്യാൻ ഭയങ്കര ത്വരയുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടിയാൽ, ഒരു വ്യക്തിയെ കിട്ടിയാൽ, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നത് തന്നെ അതാണ്. നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടുള്ള കുട്ടിയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ജനിച്ച് വളരുമ്പോൾ തൊട്ട് ഈ പറയുന്ന കമ്പാരിസൺസ് കേട്ട് നമ്മുടെ ബ്രെയിനും പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ ലൈഫിൽ ഒരാൾ നന്നായിരിക്കുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആണെന്ന് കാണുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ത്വര വരും. നമ്മൾ വെറുതെ കാഷ്വലായി കണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ഒരു വലിയ ഘടകം അവിടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഇൻസ്റ്റഗ്രാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക? എസ്പെഷ്യലി സ്ത്രീകളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്? അതാണ്, നമുക്ക് എസ്പെഷ്യലി സ്ത്രീകളെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് സത്യത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ, ഞാൻ ഈ അടുത്തൊരു റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലൈഫ് കൾച്ചർ അല്ലെ ലൈഫ് സ്ട്രക്ചർ അത് ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നമ്മുടെ ലൈഫിലെ നല്ല മൊമെൻറ്റ്സ് ഒക്കെ, നമ്മളിപ്പം ഇൻസ്റ്റഗ്രാം വരുന്നതിന് മുൻപ് ഫേസ്ബുക്ക് ആയിരുന്നു. ഫേസ്ബുക്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ലൈഫിലെ നല്ല മൊമെൻറ്റ്സ് എല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നത് നമുക്കൊരു വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയോടും നിങ്ങൾക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. നമ്മളിത് പ്രകടിപ്പിക്കുക, നമുക്ക് ഏതൊക്കെ തരത്തിൽ നമ്മളുടെ സ്നേഹം, എന്ത് കൈൻഡ് ഓഫ് ഇമോഷൻ ആണെങ്കിലും ഏതൊക്കെ തരത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളപ്പോൾ. നമ്മൾ ഒരു സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മളിത് ഷെയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇതെത്തുന്നു, അവിടുന്ന് നമുക്കൊരു വാലിഡേഷൻ കിട്ടുന്നു, അതിൽ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫാക്ടർ അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു കൺസ്യൂമർ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടത്ര ഉത്തരവാദിത്തം കാണിക്കാറുണ്ടോ എന്നുള്ളത്, നമ്മളത് മനഃപൂർവ്വം ചെയ്യുന്നതും അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹാബിറ്റായിട്ട് അത് മാറുന്നതാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടി നമ്മൾ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ പുരുഷന്മാർ ഈ പറയുന്ന പോലെ നിങ്ങൾ പുരുഷന്മാരോ? അങ്ങനല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോഴും പണ്ട് നമ്മൾ ജനിച്ച് വളർന്നു വരുന്ന സമയം തൊട്ടേ നമുക്കൊരു ഇൻട്രസ്റ്റുകൾ നമ്മളുടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എത്രമാത്രം കാര്യമുണ്ട് എന്നുള്ളത് അറിയില്ല. നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. നിങ്ങളിപ്പം മറ്റേ ഈ ഗാഡ്ജറ്റ്സ്, ഓട്ടോമൊബൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് കൂടുതലും ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത് അറ്റയേഴ്സിൽ, ഈ ലൈഫ് സ്റ്റൈല്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഏത് ജെൻഡറിൽ വരുന്ന ആൾക്കാരാണ് ഈ കോണ്ടന്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതെന്ന്. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ യൂട്യൂബിൻ്റെ ഒരു ഭൂരിപക്ഷം ഓഡിയൻസ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതേപോലെ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതൊക്കെ വരുമ്പോൾ അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് ഓഡിയൻസിൻ്റെ സൈഡിൽ കൂടുതലായിട്ട് വരിക. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഇതായതുകൊണ്ടാണ്. പക്ഷെ അവിടെയും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് വരികയാണ്. അതേ കാര്യം തന്നെ ആയിരിക്കുമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഈ പ്രധാന പ്രശ്നം ഇരിക്കുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാം സത്യസന്ധമാണോ? ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാണുന്ന ലൈഫ് സത്യസന്ധമാണോ എന്നുള്ളത്, നമ്മൾ റീലിൽ കാണുന്ന ലൈഫാണോ ആ റീൽ പോസ്റ്റ് ചെയ്ത ആൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു റീൽ കാണുമ്പോൾ, ഒരു 3 മിനിറ്റ് റീൽ, അല്ലെങ്കിൽ അവരൊരു സ്റ്റോറി ഇടുമ്പോൾ ഒരു 30 സെക്കൻഡോ 15 സെക്കൻഡോ എന്നാണ് ഒരു സ്റ്റോറിയുടെ ടൈം. അത്രയും സമയം കൊണ്ട് അവരിട്ടിരിക്കുന്ന ഒരു സിംഗിൾ മൊമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ 24 മണിക്കൂർ അല്ലെങ്കിൽ അവരുടെ ഇത്രയും വർഷങ്ങൾ അവർ ജീവിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അതായത് ദേ ആർ ഹാപ്പി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്.
ആൻഡ് ചില ആൾക്കാർ ഈ സ്റ്റോറിയും റീലും മാത്രമാണ് അവർ പുറത്തേക്ക് വിടുന്നുണ്ടാവുക. അതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഉൾക്കൊള്ളിക്കാറില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്ന റീലാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും അത് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളതാണ്. ആ സത്യസന്ധതയുടെ കൂടെ തന്നെ ഇതാണ് അവരുടെ ടോട്ടൽ ലൈഫ് എന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കമ്പാരിസൺ ഇതിൻ്റെ അകത്ത് വരും. ഇവരുടെയൊക്കെ ലൈഫ് ഇങ്ങനെ അടിപൊളിയാണോ? ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ നമ്മൾ കാർത്തിക് സൂര്യ എടുക്കുകയാണ്. കാർത്തിക് സൂര്യയുടെ ഒരു വ്ളോഗ് കാണുമ്പോൾ നമ്മളൊരു 30 minutes സംതിങ്, ഞാൻ പുള്ളിയുടെ എല്ലാ വ്ളോഗൊന്നും കണ്ടിട്ടില്ല, വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. ഒരു 30 minutesൻ്റെ വീഡിയോ നമ്മൾ കാണാം. അതിൽ ഹേ ഗൈസ് എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീക്കുന്നു, പല്ലിക്കുന്നു, അവിടെ ചുറ്റുമൃഗങ്ങളും മറ്റ് ജീവികളും പറമ്പും കാര്യങ്ങളും അച്ഛനോട് സംസാരിക്കുന്നു, വീട് പണി നടക്കുന്നു, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു, 2 കൂട്ടുകാരെ കാണുന്നു, കാറിന് കയറുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, കുറച്ച് അടിപൊളി പരിപാടികൾ, കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടുന്നു, അൺറാപ്പ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, കഴിഞ്ഞു. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ലൈഫാണ്. പക്ഷേ നമ്മൾ കണ്ടത് ആകെ 30 മിനിറ്റാണ്, മാക്സിമം 30 മിനിറ്റാണ് കണ്ടിട്ടുള്ളത്. 24 മണിക്കൂറുണ്ടായിരുന്നു ആ ദിവസം. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഇയാളുടെ ഒരു ജേർണി ഉണ്ടായിരുന്നിരിക്കും, വെയിൽ കൊണ്ട് നിന്ന സ്ഥലം ഉണ്ടാവും, പ്രാന്തെടുത്ത് പോയിട്ടുള്ള സമയങ്ങളുണ്ടാവും, വഴക്കിട്ടിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും. ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാനും ഇപ്പോൾ ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക, നല്ല അടിപൊളിയായിട്ട് പോകുമ്പോൾ എടോ ഈ സീൻ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം, അപ്പോൾ നീ ആ ചോദ്യം എന്നോട് ഒന്നുകൂടി ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഈ മൊമെൻറ്റ് റീക്രിയേറ്റ് ചെയ്യാണ്. അതായത് ആദ്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച ആ മൊമെൻറ്റിനെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യത്തെ മൊമെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഓണസ്റ്റ് സാധനം മിസ്സായി പോവാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളുടെ 30 സെക്കൻഡ് ടു 3 minutes കണ്ടൻറ്റ് നിങ്ങൾ കാണുമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ കുറേ മൊമെൻറ്റ്സിനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തൊരു മ്യൂസിക് ഇട്ട് വരുമ്പോഴേക്കും അടിപൊളിയായി നിങ്ങൾക്ക് തോന്നുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. രാവിലെ എണീറ്റ് മുഖമൊക്കെ തിരുമ്മി പല്ലും തേച്ച് വെറുതെ കുറേ നേരം ഫോൺ നോക്കിയിരുന്ന് ഒന്നും നടന്നില്ല. രാവിലെ ആണെങ്കിൽ സ്ഥിരം കിട്ടണം പുട്ടാണ് കിട്ടിയത്, ഉച്ചയ്ക്ക് ചോറും മറ്റേ പരിപ്പ് കറിയാണ് കിട്ടിയത്. എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ, എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതേ കാര്യത്തിന് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് എനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു ഗൈസ്, അപ്പോഴാണ് അമ്മ പുട്ട് കുത്തിയിടുന്നത് കണ്ടത്, ഞാൻ പോയി പുട്ടെടുത്ത് കഴിച്ചു, വാട്ട് എ പുട്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പരിപ്പറിയായിരുന്നു, പരിപ്പറി കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഗൈസ്, മഞ്ഞ കളറിൽ അവനിങ്ങനെ തിളക്കണ കാണാമെന്ന് പറഞ്ഞിട്ട് ഇതിട്ട് കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമുള്ളതാണല്ലോ. ഇതാണ് ഈ ഡിഫറൻസ്. ഇൻസ്റ്റഗ്രാം നിങ്ങളോട് സത്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതാണ് സത്യമെന്നും അതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ലൈഫ് ഭയങ്കര ലോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതാണ് ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇൻസ്റ്റഗ്രാം നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഫിനാൻഷ്യലി ഉള്ളതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഈ അടുത്തായിട്ട് ബിക്കോസ് ഇഷ്ടംപോലെ ഓൺലൈൻ ആപ്സ് വരുന്നുണ്ട്. നമ്മുടെ പെർച്ചേസിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട്. ലോൺ തരുന്നത് കൂടി, ക്രെഡിറ്റ് കാർഡ് തരുന്നത് കൂടി, അതാണ് കൂടിയത്. ആക്ച്വലി വരുമാനം കൂടിയിട്ടില്ല, കടം കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത് കൂടുതലും ഭയങ്കര ഈസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള വീടാണെങ്കിലും റൂംസ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഇത്ര ഐറ്റംസ് ഇവിടെ ഉണ്ടോ, അതിനിവിടെ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരാൾ വരുമ്പോൾ, ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് എനിക്കൊന്ന് പ്രിപ്പയർ ആവേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ വീട് എപ്പോഴും ഭയങ്കര എനിക്ക് വീട് വൃത്തിയായിട്ട് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പക്ഷേ ചിലപ്പോൾ ഒരു മാസത്തിൽ 15 ദിവസം അത് വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നത്. നേരെ ചൊവ്വയെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാനോ കാര്യങ്ങൾ എടുക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് പറഞ്ഞിട്ട് വരണം എന്നാണ്. ബിക്കോസ് എനിക്കൊന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കാമല്ലോ. ബിക്കോസ് ഞാൻ അങ്ങനെയാണ് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരാൾ വരുന്ന സമയത്ത് ഞാനാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രസൻറ്റബിൾ ആയിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ആൾക്കാർ റീൽ ചെയ്തിടുന്ന സമയത്ത് അവരെയും അവരുടെ വീടിനെയും ഒക്കെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ ആ ഒരു രീതിയിൽ പ്രസൻറ്റബിൾ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇതൊരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. നമ്മളതിനൊരു കംപ്ലീറ്റ് പാർട്ടായിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന പാത്രങ്ങൾ, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ പഴയതാണെന്ന് നമുക്ക് തോന്നും, നമ്മൾ തന്നെ പഴയതാണെന്ന് നമുക്ക് തോന്നും, നമ്മളിടുന്ന ഡ്രസ്സ് കാര്യങ്ങൾ ഇതെല്ലാം പഴയതാണ്, ഇവരിടുന്നതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രഷർ നമ്മുടെ ഉള്ളിലും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അതിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും വീടിനെ മോടി പിടിപ്പിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും നമ്മളെ മോടി പിടിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അവസാനം നമ്മൾ കടമെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഈ പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്രഷറും ഇത് നമ്മുടെ പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പം ഗോർഡൻ റാംസേ എന്നാണ് തോന്നുന്നു പുള്ളിയുടെ ഫുൾ പേര്. പുള്ളിയുടെ വീഡിയോസൊക്കെ ഭയങ്കര രസമാണ്. പുള്ളി കുക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്കും കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങേരുടെ കിച്ചണിലിരിക്കുന്ന കത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ നീളത്തിൽ വലിയ പിടിയൊക്കെ ആയിട്ടുള്ള കത്തിയാണ്. പുള്ളി ഇങ്ങനെ സവാള ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകുമ്പോൾ അപ്പോൾ എനിക്ക് ഈ കത്തിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ട് കിച്ചണിലേക്ക് വാങ്ങിച്ച ഒരു വലിയ സാധനം, അതായത് അരിയാനുള്ള പച്ചക്കറികളോ അരിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഈ കത്തി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തൊരു ഭംഗിയാണെന്ന് കാണാൻ വേണ്ടി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷെൽഫിലിരിക്കുന്ന കുറേ സാധനങ്ങൾ പല ആൾക്കാരുടെയും കയ്യിലിരിക്കുമ്പോൾ ഇത് അടിപൊളിയാണ്, എൻ്റെ കയ്യിൽ വന്നാൽ എനിക്ക് അതുപോലെ ആകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി നമ്മൾ അതുപോലെ ആവേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ലൈഫിനെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഈ പറഞ്ഞൊരു വഴിക്കായിരിക്കും പോവുക. റീല് കാണുമ്പോൾ ഞാൻ ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ റീല് കാണുമ്പോൾ എനിക്ക് തോന്നും ഇവർ കോടികൾ ചിലവഴിച്ചിട്ടാണോ ഈ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവരുടെ ഒരു കഴിവുണ്ട് അതിൻ്റെ അകത്ത്. ഇത്ര സാധനങ്ങൾ നമ്മൾ ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ ഭംഗിയാവും എന്നുള്ളതുകൊണ്ട്. ഇപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കോസ്റ്റ്ലി പരിപാടികളൊക്കെ ഉണ്ടോ എന്ന്. ആക്ച്വലി ഇത് കോസ്റ്റ്ലി പരിപാടിയൊന്നുമില്ല. സെൻസിബിൾ ആയിട്ടുള്ള ഒരാൾ സാധനങ്ങൾ പിക്ക് ചെയ്ത് ബാക്കിൽ അടുക്കി വെച്ച് തന്നാൽ ഈ പുറകിലിരിക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ശ്രുതി പിക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്തെടുത്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും. പക്ഷേ ഇത് വലിയൊരു കോസ്റ്റ് വന്നിട്ടില്ല. എന്നാൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകളെങ്കിലും ഈ ലുക്ക് കിട്ടാൻ ചിലപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി പരിപാടികൾ ചെയ്യണമെന്ന് വിചാരിച്ചേക്കാം. നിങ്ങൾ ഇതിൽ പല സാധനങ്ങളും സ്കാൻ ചെയ്ത് പോയാൽ ഇതിൻ്റെയൊക്കെ കോസ്റ്റ്ലി വേർഷൻസ് കിട്ടും. പിക്ചർ പെർഫെക്റ്റ് അല്ലെങ്കിൽ റീൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് കാണുമ്പോൾ പൈസ കയ്യിൽ നിന്ന് പോകുന്നത് ഒരു വിഷയമാണ്. പണത്തിൻ്റെ സ്ട്രെസ് ഭീകരമാണ്. നമ്മൾ മുൻപ് കമ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരുമെന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫാമിലി അല്ല നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിലാണ്. എസ്പെഷ്യലി നമ്മുടെ ഒരു ലവ് ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ, നമ്മുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഇതൊക്കെ നമുക്ക് ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. അപ്പോഴും സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രകടിപ്പിച്ചും കൂടി നമ്മൾ അറിയേണ്ടതാണ്. ബിക്കോസ് നമ്മുടെയൊക്കെ നാട്ടിൽ ആൾക്കാർക്ക് ഹഗ് ചെയ്യുന്നതോ കിസ് ചെയ്യുന്നതോ അതിപ്പോൾ അച്ഛനമ്മമാർ മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛനമ്മമാർ മക്കളുടെ മുൻപിൽ വെച്ചിട്ടാണെങ്കിലും ഇതൊക്കെ എന്തോ ഭയങ്കര തെറ്റാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതൊക്കെ ഭയങ്കര നോർമലായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റഗ്രാം കൾച്ചർ ഉൾപ്പെടെ കുറേ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കപ്പിളിനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ലൈഫും നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ പ്രിഫറൻസുകൾ വേണം. നിങ്ങൾ എങ്ങനെ സ്നേഹിക്കപ്പെടണം, നിങ്ങൾ എങ്ങനെയാണ് വേറൊരാളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ പേഴ്സണൽ പ്രിഫറൻസസ് അവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആയിരിക്കണം. ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസസ് എന്താണോ അതിനനുസരിച്ച് കുറേയെങ്കിലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നീട് നമ്മളുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളും മാറുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ പെട്ടെന്നൊരു റീല് കണ്ടു, ചിലപ്പോൾ ഏറ്റവും വില കൂടിയ ഒരു സമ്മാനം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയെന്ന് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റീല് നമുക്ക് തന്നെ നമ്മൾ റീല് കണ്ടു ഇഷ്ടപ്പെട്ടു, നമ്മുടെ റിയൽ ലൈഫിലും നമുക്കത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾ ഇതിന് എത്രത്തോളം പ്രിപ്പയർ ആണെന്നുള്ളത് നമുക്കറിയില്ല. അവിടെ വേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ തുറന്ന് സംസാരിക്കുക. ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, ഞാൻ ആലോചിച്ചപ്പോൾ അത് ഏറ്റവും നന്നായിട്ട്, ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണെങ്കിൽ പോലും അത് ഏറ്റവും നന്നായിട്ട് ഞാനും അത് ആഗ്രഹിക്കുന്നു, എനിക്കും അങ്ങനെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. ഇത് നമ്മൾ സംസാരിക്കേണ്ട അഭിപ്രായം, അല്ലാതെ നമ്മളൊരു വലിയൊരു എക്സ്പെക്റ്റേഷൻ എടുത്ത് വെച്ച് അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കുമ്പം അയാൾ ഇതേ സെയിം റീൽസ് കൺസ്യൂം ചെയ്യുന്ന ആളായിരിക്കണം എന്നില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ പോലും ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ പുറത്തായിരിക്കും നമുക്ക് പ്രഷർ കൊടുക്കാൻ തോന്നുക. ഇന്ന ആളുടെ കുട്ടി ഇത്രയും നന്നായി സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും മുന്നിൽ നന്നായി പെർഫോം ചെയ്യുന്നല്ലോ, അപ്പോൾ നിനക്ക് എന്താ പെർഫോം ചെയ്തതെന്ന് ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. കാര്യങ്ങളൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനാണെങ്കിലും അതിൻ്റെതായ ഒരു സമയവും കൂടി നമ്മൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മളിത് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പുറത്ത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും ഒറ്റ ദിവസം കൊണ്ട് മാറണം എന്ന് പറയുന്നതിനകത്തും നിങ്ങൾക്ക് തിരിച്ചറിവുകളാകാം. സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിച്ച് തന്നെ കിട്ടേണ്ടതായിരിക്കും. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൂടുതൽ അറിയാൻ ഒരു പക്ഷേ അത് ഉപകാരമായേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറൊരാളുടെ മേൽ ഒരു പരിധിക്കപ്പുറമുള്ള പ്രഷർ കൊടുക്കുക, ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്, ഇത് അറിയിക്കരുത്, നിങ്ങളുടെ ഇഷ്ടവും താല്പര്യവും അയാൾ അറിയാം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഈ കാണുന്നൊരു 3 മിനിറ്റ് റീലിൻ്റെ വ്യത്യാസത്തിൽ ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ കമ്പയർ ചെയ്തിട്ട് അത് എനിക്ക് വേണമെന്ന് തോന്നും. ഇനി ചിലപ്പോൾ അത് നടക്കില്ലായിരിക്കും, നമുക്ക് പറ്റാത്തതുകൊണ്ടോ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ മക്കളാണെങ്കിലും അവർ ആരാണെങ്കിലും പറ്റാത്തതുകൊണ്ടായിരിക്കും.
അപ്പോൾ അത് പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ മിസ്റ്റേക്ക് ആയിട്ട് കാണും. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ണി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഒന്നും കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരത്തി ഒരു ന്യൂ മോമാണ്. ആൾക്കാർ മനുഷ്യരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് റീൽസ് കണ്ടിട്ട്. നമുക്കൊക്കെ വരുന്നൊരു ടെൻഡൻസിയാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓക്കെ, നിങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യോ, അത് നിങ്ങളുടെ മനസ്സിൽ വെക്കൂ. ദയവ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിലെ പോലെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ അവരുടെ മേൽ നിങ്ങളൊരു പ്രഷർ കൊടുക്കരുത്. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു, ഞാൻ മറ്റേ ഓമയ്ക്ക് കുത്തിയിട്ടുകൊണ്ടിരുന്ന സമയത്ത് പോയി പ്രസവിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ നെല്ല് കുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയി പ്രസവിച്ചിട്ട് വന്നു എന്നൊക്കെ പറയും. അത് ആ സമയത്താണ്, അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും നമുക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കാലത്ത് വളരെ കഷ്ടപ്പെട്ട് നമ്മളതൊക്കെ അൺലേൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ പുതിയതായി പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ ഒരുപാട് വിഷമത്തിൽ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞു. അവളുടെ സംശയം എന്ന് പറഞ്ഞാൽ അവളൊരു നല്ല അമ്മയാണോ എന്നുള്ളതാണ്. അപ്പം നമ്മളെ കെട്ടിപ്പിടിച്ച ഒരാൾ ഇങ്ങനെ കരയുന്ന സമയത്ത്, ഒന്നാമത് ഞാൻ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടില്ലല്ലോ, ഈ അമ്മ എന്ന് പറയുന്നൊരു ഫേസിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ അവളെ നോക്കിയായ സമയത്ത് ചോദിച്ചു, എന്താണ് കാര്യം, നിനക്ക് എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നിയത് എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞ റീസൺ, ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവളൊരു നല്ല അമ്മയല്ല, അവളൊരു നല്ല സ്ത്രീയല്ല എന്നുള്ള രീതിയിൽ അവളുടെ അടുത്ത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഈ കുറേ റീൽസിലൊക്കെ ആൾക്കാർ കാണുന്ന സമയത്ത് ആ വീട്ടിലെ കുറേ പണികൾ ഒരു പെൺകുട്ടി എടുക്കുന്നു, പ്രസവിച്ചതിൻ്റെ യാതൊരു ക്ഷീണവും കാണിക്കുന്നില്ല, ഉറക്കക്ഷീണമോ മൂഡ് സ്വിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എന്തോരം പെൺകുട്ടികളാ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര നല്ല അമ്മമാരായിട്ട് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ പെൺപിള്ളേർക്ക് ഇതൊന്നും വയ്യ എന്നുള്ള രീതിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ ആ ഒരു മൊമെൻറ്റിൽ അത് അവൾക്ക് എടുക്കാൻ പറ്റുന്നതിലും എത്രയോ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഷർ ബാക്കിയുള്ളവരുടെ പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഏതുതരം മാനസികാവസ്ഥയാണെന്ന്. ഇത് നമുക്കൊരാളുടെ മുഖത്ത് നോക്കി പറയാൻ തോന്നണ്ടേ, അതും ഇങ്ങനൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത്. നമ്മളിലും ഈ പറയുന്ന പോലെ ഒരു ടോക്സിക് പ്രൊഡക്ടിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ തോന്നും. ഈ ബാക്കിയുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് അവരോടും നമ്മൾ അങ്ങനെ ആകൂ, അങ്ങനെ ആയാൽ മാത്രമേ നീ ഒരു നല്ല ഭാര്യയാകൂ, നീ ഒരു നല്ല അമ്മയാകൂ എന്നൊക്കെ പറയാൻ വേണ്ടി ആളുകളെ ഇത് ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള സ്ത്രീകളുടെ സൈഡിൽ നിന്നായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1-2 കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുകയാണ്. രാവിലെ തന്നെ അവരുടെ ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെയായി പോകുന്നു. അവിടുത്തെ പ്രഷർ അങ്ങനെയുണ്ട്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ അവർ നോക്കണം, ടേക്ക് കെയർ ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. ഇൻക്ലൂഡിങ് പാർട്ട്ണറും ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് നോക്കി നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവരൊരു നല്ല അമ്മയല്ല എന്ന് പറയുന്ന പഴി കേൾക്കേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഓഡിയൻസ് നമുക്ക് അന്ന് വന്ന റെസ്പോൺസ് അതായിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വന്തമായി മാനേജ് ചെയ്തു പോകണം, അതിൻ്റെ കൂടെ ഈ പറയുന്ന നാട്ടുകാരുടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലും കൂടി കേട്ടിട്ട് വേണം ഇത് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളത് ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, റീലിൽ കാണുന്നത് ഈ 3 മിനിറ്റ് ആണ്. ഈ ഒരു 3 മിനിറ്റിൽ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്ത് പോകും. അപ്പം ജോലികളൊക്കെ ഇങ്ങനെ പടയെന്ന് ചെയ്ത് തീർക്കുന്നത് പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ അവർ 1, 2, 3 ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഈ 3 മിനിറ്റ് റീലിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് കാണുന്ന ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ചിട്ടി റോബോട്ടിനെ പോലെ ഇവർ പണിയെടുക്കുകയാണ്. അത്രയും ഫാസ്റ്റായിട്ട്, അത്രയും പ്രൊഡക്റ്റീവായിട്ട്, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെയാണ് നമ്മൾ കാണുന്നത്. അതിനൊരു പ്രത്യേക ഫാൻ ബേസും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് ജോലികൾ, അതായത് ഒറ്റയ്ക്ക് ഒരുപാട് ജോലികൾ ചെയ്യുന്ന സ്ത്രീകളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളത് കണ്ടോളൂ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കണ്ടന്റാണ്, അതായത് നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ. പക്ഷെ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ അങ്ങനെ ആകാൻ അങ്ങനെ ഒരു സംസാരം പോലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ. സെയിം കാര്യം തന്നെ പേഴ്സണലി ഉണ്ടാവും കേട്ടോ. ചില ആൾക്കാരുടെയൊക്കെ റീലുകളൊക്കെ കാണുന്ന സമയത്ത് പട്ട 10 പണിയൊക്കെ ചെയ്ത് തീർത്തിട്ട് റെസ്റ്റ് ചെയ്യാനിരിക്കുന്ന പോലെയൊക്കെ കാണും. അപ്പം ഇതിലെ ബേസിക് പരിപാടി എന്താണെന്ന് വെച്ചാൽ എഡിറ്റിങ്ങിൻ്റെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എല്ലാ ഗ്യാപ്പും, അതായത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. ആ സ്പേസും കൂടി കട്ട് ചെയ്തിട്ട് കാണിച്ചു ഞാൻ ഭയങ്കര സ്പീഡിൽ വർത്താനം പറയുന്ന പോലെ തോന്നും. ആക്ച്വലി ഞാൻ അത്രയും സ്പീഡിൽ വർത്താനം പറയുകയോ അത്രയും കുറേ വർത്താനം പറയുകയോ ചെയ്യുന്നില്ല. ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം ശ്രുതി ഇത്ര നേരം സംസാരിച്ചതിൽ, ഞാൻ സംസാരിക്കുന്നതിലൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് അടുപ്പിച്ചിടുകയാണ്. സെയിം പരിപാടി
തന്നെയാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ റീൽ ചെയ്യുന്ന ആളും ചെയ്യുന്നത്. ഒരു 6 മണിക്കൂറൊക്കെ കൊണ്ട് ഒരാൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ബ്രേക്ക് എടുത്ത് മടി പിടിച്ച് മാറിയിരുന്ന് പിന്നെയും വന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു തീർത്തിട്ടുള്ള ഒരു പരിപാടി ഒരു 2 മിനിറ്റ് ഷോർട്ടിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ പറ്റണ്ടേ ഇവനൊക്കെ ഇങ്ങനെ പണിയെടുക്കാൻ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പണിയൊന്നും എടുക്കാത്ത ഒരാളാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന, എനിക്കെന്താ അവരൊന്നും പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയമുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കലാണ് ഇവരുടെ പ്രൊഡക്ടിവിറ്റി റീൽ വരുന്നത്. കാണിക്കുമ്പോൾ ഭയങ്കര പണിയൊക്കെ ചെയ്യുന്ന പോലെ കാണിക്കും. ഇതിൻ്റെ ബാക്കിൽ ഭയങ്കര വർത്താനമൊക്കെ ആയിരിക്കും. ഗൈസ് നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ മറ്റേ എന്താ പണി ചെയ്യാത്ത ആളുടെ മനസ്സ് ചെകുത്താൻ്റെ എന്തോ സുനാപ്പിയാണെന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര പരിപാടികളൊക്കെ ഡയലോഗ് ഇടും, മ്യൂസിക് ഇടും, ടറ്റൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തോ വിചാരിക്കും. സത്യത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അത് അവരുടെ ഒരു മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ കഴിവനുസരിച്ചിരിക്കും. നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. ഇറ്റ്സ് ഓക്കെ. പക്ഷേ പ്രശ്നം എവിടെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൺസ്യൂം ചെയ്ത് പോകുമ്പോൾ പിന്നെ ഇത് ഭയങ്കര ഈസ്തറ്റിക്കലി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പുള്ളിക്ക് ഒരു പണിയില്ല. നമ്മളെ ചെറുതിലെ അച്ഛനമ്മമാർ പഠിപ്പിച്ചു കൊടുത്തത് പുള്ളി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊന്നും പോരെ, ആം ഐ നോട്ട് വർത്ത് ഇറ്റ്? ഇതിൻ്റെ എക്സ്ട്രീം അറ്റത്തേക്ക് പോകാൻ പോകുന്നത് ഞാനൊക്കെ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു പോയിന്റിലേക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആ ചെയ്യുന്ന റീലിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കും. നാളെ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ പണിയൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുകയാണെങ്കിൽ രാവിലെ മുതൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും ഒരു വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ എടുത്ത് പോവുക. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് വെച്ച് ചുമ്മാ ഷൂട്ട് ചെയ്യുക. ഫോൺ കയ്യിലുണ്ടല്ലോ. ഈ ഷൂട്ട് ചെയ്യുന്നതെല്ലാം ചുമ്മാ അടുപ്പിച്ചൊന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പറയും രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഉണ്ണിയുടെ വീഡിയോ കേൾക്കുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഉണ്ണിയുടെ വീഡിയോ കേൾക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് അടുക്കളയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് എടുക്കുക. അടുപ്പ് കത്തിക്കുമ്പോൾ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചേക്കുക. ബാക്കി പണിയെല്ലാം തീർന്ന് കറി തിളയ്ക്കുന്നൊരു വീഡിയോ ക്ലിപ്പ് എടുക്കുക. അങ്ങനെ കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ എടുക്കുക. പാത്രത്തിലാക്കി വെച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ക്ലിപ്പ്. അങ്ങനെ നിങ്ങളുടെ ഒരു ഫുൾ ഡേ എടുത്തിട്ട് ഇത് മുഴുവൻ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റിൻ്റെ കിണ്ണം കാച്ചിയ വീഡിയോ കിട്ടും. അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നി ഈ കണ്ടന്റ് ചെയ്യുന്നവന്മാരൊന്നും ഒരു പണി എടുക്കുന്നില്ല എന്ന്. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പയർ ചെയ്തിട്ട് ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയില്ലേ, ടോക്സിക് പോസിറ്റിവിറ്റി വരുന്നു. നമ്മൾ ഈ പല പോസിറ്റീവായി കാണുന്ന കാര്യങ്ങളെയും അളവിലധികം കാണിക്കുകയും ആളുകളെ കമ്പയർ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു ടോക്സിക് എലമെൻ്റ് ആവുന്നത്. അവനവൻ്റെ വാല്യൂ ബാക്കിയുള്ളവരുടെ വാല്യൂ ഒക്കെ ഈ പ്രൊഡക്ടിവിറ്റി ഇല്ലെങ്കിൽ പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മടിപിടിച്ചിരിക്കാൻ തോന്നുന്ന സമയത്ത് മടിപിടിച്ചിരിക്കുന്നേ. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സുമായിട്ടിരിക്കാൻ പറ്റണം. നിങ്ങൾ ഈ വിരലിൻ്റെ തുമ്പ് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? മുറിവ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അല്ലാത്ത സമയത്ത് നിങ്ങളുടെ വിരലിൻ്റെ തുമ്പത്ത് തൊടുമ്പോൾ എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ചുമ്മാ ഒന്ന് കൈകൊണ്ട് തൊട്ട് ഓക്കെ, ഇറ്റ്സ് സംതിങ് എൽസ്. നമ്മളിങ്ങനെ തൊടുന്ന പോലെ അല്ല വിരലിൻ്റെ തുമ്പിൽ തൊടുന്നത്. ചുമ്മാ അതൊക്കെ ചെയ്ത് നോക്കുന്നേ, വെറുതെ ഇരിക്കുന്നേ. അവനവൻ്റെ നാക്ക് കൊണ്ട് എല്ലാ പല്ലിലും നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ചുമ്മാ തൊട്ട് നോക്കുക, നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി, അതായത് ഫോർ നോ യൂസ് എന്ന് ബാക്കിയുള്ളവർ വിധി എഴുതുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യാനും നിങ്ങളിലിരിക്കാനും പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ അത് ചെയ്യൂ. അങ്ങനെ തൊലഞ്ഞു പോകുന്ന പ്രൊഡക്ടിവിറ്റി തൊലഞ്ഞു പോട്ടെ. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല. ഇത്രയും വർഷങ്ങളും ഇത്രയും ദിവസങ്ങളും ലോകത്ത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള 24 മണിക്കൂറൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ചെയ്യാവുന്നവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ പ്രൊഡക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ബാക്കിയുള്ളവർ പ്രൊഡക്റ്റീവായിരിക്കുന്നത് പോലെ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ പ്രൊഡക്റ്റീവായിരിക്കുന്നത് പോലെ ഞാനും പ്രൊഡക്റ്റീവായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞ ആളാണ്, അങ്ങനെ ചെയ്യാത്തവർ കുറഞ്ഞവരാണെന്ന് പറയുന്ന ആ വിശ്വാസം അതിനൊന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു പിടിച്ചൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ നമുക്കിനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ കുറ്റബോധവും സങ്കടവും വിഷമവും ബാക്കിയുള്ളവൻ്റെ ജീവിതവും കുട്ടിച്ചോറാക്കിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് ഒരുപാട് കണ്ടൻറ്റൊക്കെ കൺസ്യൂം ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ നമ്മളെ കബളിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കബളിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇറ്റ് ഡിപ്പെൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യരും അവരെങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ അവർ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുള്ളൂ. എൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല വശങ്ങളും മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് അത് പറ്റില്ല, നിങ്ങളുടെ ജീവിതത്തിലെ മോശം വശങ്ങളും കൂടി ഞങ്ങളെ കാണിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ ചിരിച്ചിരിക്കുന്നത് മാത്രം ഞങ്ങൾക്ക് കണ്ടാൽ പോരാ, നിങ്ങൾ കരയണം, നിങ്ങൾ ഏറ്റവും മോശം അവസ്ഥയിൽ നിങ്ങളുടെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാം ഞങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞ് നമുക്കൊരാളുടെ പുറത്ത്, നമുക്ക് അവരുടെ പുറത്തും പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ ചില വ്യക്തികൾ ഈ പറയുന്നത് പോലെ 2 വശങ്ങളും കാണിക്കാറുണ്ട്. ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തംബ്നെയിലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 ആൾക്കാരാണ്. ഒന്ന് തനി മലയാളി ഐശ്വര്യ,
അപർണ. ഇവർ രണ്ടുപേരും ഈ അടുത്ത അമ്മയായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവർ കടന്നു പോകുന്ന സന്തോഷകരവും എന്നാൽ അതേപോലെ അത്ര സന്തോഷകരമല്ലാത്ത കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസും കൂടി കവർ ചെയ്ത് റീൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ സന്തോഷം മാത്രം പങ്കുവെക്കുമ്പോഴേ ആൾക്കാർ നമ്മളെ കണ്ട് ഇൻസ്പയർ ആകൂ എന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള പ്രശ്നകരമായ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത്, എസ്പെഷ്യലി ഒരു ന്യൂ മോം എന്ന് പറയുന്ന സമയത്ത് അവർ ശാരീരികമായും മാനസികമായും കടന്നു പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്, വളരെ പ്രയാസകരമായ ഘട്ടങ്ങളുണ്ട്. അതും കൂടി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ കാണിക്കുന്ന സമയത്ത് അതും ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാകാറുണ്ട്. അത് ഞാൻ മാത്രമല്ല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. കടന്നു പോകാൻ കുറച്ച് പ്രയാസമാണ്, നമ്മൾ പ്രോപ്പർ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇതെനിക്ക് മാത്രം എന്തെങ്കിലും, ഇത് എൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതല്ല, എൻ്റെ മാത്രം പ്രശ്നം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അത് സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇവരുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇവർ പങ്കുവെക്കാറുണ്ട്. ക്ലിനിക്കലി OCD ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഐശ്വര്യ എന്ന് പറയുന്നത്. അപർണയ്ക്ക് ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർ അത്തരത്തിലുള്ള ഒരു അവയർനെസ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ ഇപ്പോൾ ഒരു പേപ്പർ കടന്നാൽ ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറയും OCD ആണെന്ന്. പക്ഷേ OCD എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല. അതിനെക്കുറിച്ചിട്ട് ഐശ്വര്യ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് എന്നുള്ളത് നമുക്കത് കാണുന്ന സമയത്ത് മനസ്സിലാകും. ഞാൻ ഐശ്വര്യയുടെ വ്ളോഗ്സിലൂടെ കടന്നു പോയപ്പം അതിനകത്ത് കൂടുതൽ ആൾക്കാരും നെഗറ്റീവായിട്ട് പറയുന്നു എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഐശ്വര്യ ഈ പറയുന്ന പോലെ ഫുൾ ടൈം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അപ്പോൾ അത് കാണുന്ന സമയത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, എൻ്റെ വീട് ഭയങ്കര വൃത്തികേടായിട്ടാണ്, ഇതെന്തുകൊണ്ടാണ് ഇത് മാത്രം കാണിക്കുന്നത്, അടുക്കള ഇത്തിരി വൃത്തികേടായിട്ടിരിക്കുന്ന സമയത്തും കാണിച്ചുകൂടെ എന്നുള്ള അതിനും ഐശ്വര്യ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റിൻ്റെ പാർട്ടാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറ്റവും നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് സന്തോഷം. അത് അവരുടെ ജീവിതത്തിൽ സന്തോഷം ബ്രിങ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ വീട് അലങ്കോലമാക്കിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തന്നെയുമല്ല, അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ പങ്കുവച്ചിരിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസർ അല്ല, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണ് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. നമ്മൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അവരെന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അവർ തരം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഐശ്വര്യയുടെ വ്ളോഗ്സ് കാണുന്ന സമയത്ത് ടൂ മച്ച് ആയിട്ട് ഫീൽ ചെയ്യാണ്, അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ല, എൻ്റെ വീട് വൃത്തികേടായിട്ടാണ് തോന്നുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അത് മാനസികമായി മോശമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ടന്റ് പിന്നീട് ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു വ്യക്തിയോട് മാറാൻ പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് എന്നല്ല, അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് അപർണയുടെ കേസിലും. ഞാൻ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ പ്രസവിച്ച് കഴിയുന്ന സമയത്ത് ഈ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളും ഒക്കെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പല വ്യക്തികൾക്കും അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മുടെ സ്കിൻ കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ആക്ട്രസ് കരീന കപൂർ ഡെലിവറി കഴിഞ്ഞിട്ടൊരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ വയറിലൊന്നും ഒട്ടും സ്ട്രെച്ച് മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വിമർശനമാണ്, നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നല്ല മോഡൽ അല്ല നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് കാണുന്ന ഒരുപാട് അമ്മമാർക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയില്ല അവരുടെ സ്കിൻ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇനി അവരുടെ ശരീരത്തിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത്രയും വലിയൊരു ആക്ട്രസിന് തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെന്റ്സും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യലി അത് എന്തുമാത്രം ആക്സസിബിൾ ആണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവർക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ഞാൻ അപർണയുടെ റീൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവരവരുടെ സ്കിൻ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻസും പറയുന്നത് അതാണ്. അത്തരത്തിലൊരു സ്കിൻ കണ്ടീഷൻ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി അത് അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇത് കാണുന്ന ആൾക്കാർക്കും ഈ തരത്തിൽ അവരുടെ ശരീരവും ഈ പറയുന്ന പോലെ അത് നാച്ചുറലായിട്ടൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നൊരു ബോധ്യം അവരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അത്തരത്തിൽ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന കാര്യമാണ്, കയറ്റിറക്കങ്ങളൊക്കെ ഉള്ളൊരു കാര്യമാണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു തരത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ ചില ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വഴക്കുകളും മാത്രം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. അവരുടെ തന്നെ യൂണിവേഴ്സിലാണ്.
നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അത് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫൊക്കെ കാണുന്ന സമയത്ത് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൻ്റെ മറ്റൊരു സൈഡ് കാണിക്കും, വേറെ ചില ആൾക്കാർ കാണിക്കണ്ടെന്ന് വിചാരിക്കും. ഈ രണ്ടിലും പെടാത്തൊരു കൂട്ടം ആളുകളുണ്ട്. അവർ ഇല്ലാത്ത പോസിറ്റിവിറ്റി കാണിക്കും, കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്ത് കാണിക്കും. അങ്ങനെ കാണിക്കുന്നത് ആസ് എ കോണ്ടൻറ് ക്രിയേറ്റർ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഈ കോണ്ടൻറ് ക്രിയേറ്റർ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഘടകം അവിടെ ഉള്ളതുകൊണ്ട് ഈ പരിധി കവിഞ്ഞുള്ള ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അവരെത്ര ശ്രമിച്ചാലും ഈ ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് എന്താ പറയുക, ഒരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ഇമാജിനേഷനാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്തരം പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള റീലുകളും കണ്ടൻറ്റും ഒക്കെ കുറച്ച് കണ്ടു കഴിയുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാം വിചാരിക്കുന്നത് ഇവനിത് കുറേ കാണുന്നുണ്ടല്ലോ, ഇവനിത് കുറച്ചും കൂടി കൊടുത്തേക്കാം. അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന വേറൊരു 10-25 ഇടത്തിന് നമുക്ക് സജസ്റ്റ് ചെയ്യും. ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ആകെ കാര്യം ലോകത്തെ എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതെന്ന് തോന്നും. അത് ആക്ച്വലി നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു നുണയാണ്. ഇപ്പം നമ്മുടെ ഒരു 4-5 കൂട്ടുകാരുണ്ട്, അവരുടെ ലൈഫിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ലോകത്തെല്ലാവരും അങ്ങനെയാണെന്ന് നമ്മൾ അന്ന് വിചാരിക്കും. ആ ഗ്യാങ്ങിൽ നിന്ന് മാറിയിട്ട് അടുത്ത ഗ്യാങ്ങിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയൊന്നല്ല നമ്മൾ മനസ്സിലാക്കുക. നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മുടെ ചുറ്റുമുള്ള ഒരു 4-5 പേരുടെ ആവറേജ് ആണ് നമ്മളെന്നുള്ളത്. പക്ഷേ ഇന്ന് ആ ആവറേജ് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങൾ ഫോളോ ചെയ്യുന്ന 5-6 ക്രിയേറ്റേഴ്സിൻ്റെ ആവറേജ് ആയിരിക്കണം നമ്മൾ. ഇതാണ് നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ആവാൻ പറ്റില്ല. കാര്യം നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നവരൊക്കെ ഒരു ഇമാജിനേറ്റീവ് ഒരു സാധനം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പോരാ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ട്രെസ്സുകളും ഒരുപോലെ ഉണ്ടാക്കും. അവിടെയാണ് നമ്മളിപ്പോൾ അപർണയുടെ കാര്യം പറഞ്ഞ പോലെ, ഐശ്വര്യയുടെ കാര്യം പറഞ്ഞതുപോലെയുള്ള ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവരൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അവരെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ സന്തോഷം മാത്രമല്ലല്ലോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പൊട്ടിക്കരയുന്ന ദിവസങ്ങളുണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും, നമ്മുടെ മാനസികാവസ്ഥ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ടാവും, നമ്മുടെ ശരീരം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വഴങ്ങാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഹ്യൂമൻ ലൈഫിൻ്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഇതുപോലത്തെ വളരെ കുറച്ച് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ളവരിലൊരു വിഭാഗം ആളുകൾ ഫേക്കായിട്ടുള്ള ഒരു ലോകമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് വെച്ചുകൊണ്ട് അവരുടെ ആവറേജ് ആവാൻ വേണ്ടി നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ്. അത് ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമൊന്നുമില്ല, എല്ലാ മനുഷ്യനെയും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരു ഘടകമാണ്. ഉണ്ണി പറഞ്ഞതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടേതാണ് ലൈഫ്, ഞങ്ങളുടേതുപോലെ ജീവിച്ചാൽ മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, നിങ്ങളുടേതൊന്നും ഒരു ജീവിതമേ അല്ല എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ ദെയർ വീഡിയോസ് അല്ലെങ്കിൽ ത്രൂ ദെയർ റീൽസ്, പ്ലീസ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും നിങ്ങളൊന്ന് മാറി നിൽക്കുക. കാരണം എനിക്ക് തോന്നുന്നില്ല കുറച്ചെങ്കിലും ജീവിതം കണ്ടിട്ടുള്ള മനുഷ്യന്മാരെ അറിഞ്ഞിട്ടുള്ള ഒരാളും പറയാത്ത കാര്യമാണത്. അവർ ആക്ച്വലി സന്തോഷമല്ല സ്പ്രെഡ് ചെയ്യുന്നത്, ഇൻസെക്യൂരിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻസെക്യൂരിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്ത് വാങ്ങിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണി പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മൾ കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ആസ് എ കൺസ്യൂമർ നിങ്ങളെ അറിയേണ്ടതുണ്ട്, ആസ് എ വ്യക്തി നിങ്ങളെ അറിയേണ്ടതുണ്ട്. അതിനനുസരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നന്നാവേണ്ടത് അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടത് കണ്ടൻറ് ക്രിയേറ്റേഴ്സോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ അല്ല. അവർക്ക് നമ്മൾ അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാവണം, ഏറ്റവും കൂടുതൽ കാലം ഉണ്ടാവണം. പക്ഷെ അവിടെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മളാണ് നമുക്കൊപ്പം ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാവേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അവർ മാറാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ച് മാറി ചിന്തിക്കുന്നതാണ് നല്ലത്. മുൻപ് ഫേസ്ബുക്ക് ആയിരുന്നു, ഇപ്പോൾ അത് ഇൻസ്റ്റഗ്രാം ആയി. റീൽ എന്നത് 3 മിനിറ്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇനി പുതിയൊരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ചിലപ്പോൾ ഇതിലും ചുരുങ്ങിയ സമയത്തിലേക്ക് മാറിയെന്ന് വരാം. എന്ത് തന്നെയാണെങ്കിലും ഉണ്ണി നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ലൈഫാണ്. ചില ദിവസങ്ങൾ നമുക്ക് ചിലപ്പോൾ ഏറ്റവും മോശമായ ദിവസങ്ങളായിരിക്കും, നമ്മളൊട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ മടിപിടിച്ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കും, നമുക്ക് വയ്യാതിരിക്കുന്ന ദിവസങ്ങളായിരിക്കും, നമ്മൾ ഏറ്റവും മോശമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും, ദിവസങ്ങളോ ഒക്കെ ആണെന്നിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മളെ മനസ്സിലാക്കുക, നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മളെ ഷേപ്പ് ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ നമ്മൾ കാണുന്ന കൺസ്യൂം ചെയ്യുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒരു ക്യൂറേറ്റഡ് പാർട്ട് വെച്ചിട്ടാവരുത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ റീൽ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്ന ഒരു സാധനമാണ്. നമ്മുടെ ലൈഫ് അങ്ങനെയല്ല. ഓരോ മൊമെൻറ്റും നമ്മൾ ജീവിക്കണം, നമ്മൾ സർവൈവ് ചെയ്യണം, നമ്മൾ എൻജോയ് ചെയ്യണം. അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോയും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യുക, സ്വന്തമായിട്ട് ചിന്തിക്കുക, നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളും തീരുമാനങ്ങളും ജീവിതത്തിലുണ്ടാവുക.
അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.